Hello friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എക്സലിൽ കുറെ റാൻഡംസ് നമ്പേഴ്സ് വേണം. അപ്പോൾ അതെങ്ങനെ ഇൻസെർട്ട് ചെയ്യാന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഈ എക്സൽ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡേറ്റാസ് അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. മാനുവലി ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എങ്ങനെ ഫോർമുല യൂസ് ചെയ്തിട്ട് ആ റാൻഡം നമ്പേഴ്സ് കൊണ്ടുവരാൻ നോക്കാം. സോ അതിനൊരു സിമ്പിൾ ആയിട്ടൊരു ഫോർമുല ഉണ്ട്. ഈക്വൽ ടു റാൻഡം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്നത് തന്നെയാണ്. ഇത് ഡബിൾ ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. കണ്ടോ? ഈ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ വാല്യൂസ് നമുക്ക് കിട്ടും. ഇതേ ഫോർമുല ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനനുസരിച്ചുള്ള ഒരുപാട് വാല്യൂസ് വരും. കാണുന്നുണ്ടോ? പക്ഷെ ഇതിലൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് എൻ്റർ കയറിയിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്താൽ ഈ വാല്യൂസ് ചേഞ്ച്. ഓക്കെ, നമുക്ക് കുറെ കൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊരു പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റിൽ പോയിട്ട് പെർസെന്റേജ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ കയറി ചേഞ്ച് ആവുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കലി ചേഞ്ച്. അപ്പൊ നമ്മൾ ഒരിക്കലും മെസ്സേജ് ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിലെങ്ങനെ സ്റ്റേബിൾ ആക്കാന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് കൊണ്ടുവരണം. ആ പോയിന്റ്സ് എന്ന് പറയുന്നത് 100നും 500നും ഇടയിലായിരിക്കും. എങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യാന്ന് നോക്കാം. അതും സെയിം ആണ്. ഈക്വൽ ടു റാൻഡം ടൈപ്പ് ചെയ്യുക. റാൻഡം ബിറ്റ്വീൻ എന്ന് പറഞ്ഞൊരു ഫോർമുല വരും. അത് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ മിനിമം വാല്യൂ 100 മാക്സിമം വാല്യൂ 500 ആണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രി എടുക്കുക. കണ്ടോ, നമുക്ക് 100നും 500നും ഇടയ്ക്ക് നമുക്ക് വാല്യൂസ് കിട്ടി. ഇതിന് അതേ സെയിം ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ വാല്യൂസ് ടോട്ടലി ചേഞ്ച് ആവുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല ഇതിലേക്കും ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ എന്ത് ഫോർമുല അപ്ലൈ ചെയ്താലും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ് ഫുള്ള് കോപ്പി എടുക്കുക. നമുക്ക് ഇത്രയും സംഭവമാണ് ഞാൻ കോപ്പി എടുക്കാൻ പോകുന്നത്. കോപ്പി എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ-C കൊടുക്കുക. അതിനുശേഷം പുറത്ത് വരിക. നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വരിക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ പേസ്റ്റ് ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് പേസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോ ഇവിടെ ഫോർമുലാസ് കാണുന്നില്ല. കണ്ടോ? അതായത് ഈ വാല്യൂസിന് ചേഞ്ച് ആവത്തില്ല. ഇനി നമുക്ക് ഇതിനെ പ്രസന്റിലേക്ക് മാറ്റണമെങ്കിൽ പ്രസന്റിലേക്ക് മാറ്റാം. ഇനി ഷോർട്ട് കട്ട് എന്ന് പറയുന്ന കൺട്രോൾ 1 കൊടുക്കുക. കൺട്രോൾ 1 കൊടുക്കും, നേരെ ഫോർമാറ്റിങ്ങിലോട്ട് പോകും. പെർസെന്റേജ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതേ സംഭവം അല്ല, നമുക്ക് ഇത്രയും മാത്രം മതി, ഇത് മാത്രം മതി നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഇതിനെ കോപ്പി എടുക്കുക. കൺട്രോൾ-C എടുത്ത് കോപ്പി എടുത്ത ശേഷം ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേജസ് വാല്യൂ എടുക്കുക. ഇതിന് ചേഞ്ച് ആവത്തില്ല. കണ്ടോ? ഇവിടെ എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമെങ്കിലും ഇത് ചേഞ്ച് ആവത്തില്ല. ആവുന്നുണ്ടോ? ഇതെന്ന് പറയുമ്പോൾ ഫോർമാറ്റിന്റെ ഇഷ്യൂസ് ആണ്. ഫോർമാറ്റ് തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഫോർമാറ്റ് കോപ്പിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഫോർമാറ്റ് പ്രിന്റ് പെയിന്റർ എടുക്കുക. എടുത്ത ശേഷം അതിൽ ഡ്രാഗ് ചെയ്തിട്ട് പ്രസന്റിലേക്ക്. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഗൈസ്. എന്തെങ്കിലും കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.